ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യൂലേ, നിങ്ങളെന്തിനാ അടിച്ചു വരാൻ പോണേ? കാലിന്റെ മുട്ടുവേദനയാണ്, കാലെടുക്കാൻ വയ്യ. എന്നിട്ട് നേരെ വിളിച്ചാൽ വീട് നാട് മുഴുവൻ ചുറ്റി കറങ്ങും ചെയ്യും. പിന്നെ എനിക്ക് നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ കാണണം. ഇതിന്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? എന്തിനാ കാണുന്നത്? ആ മേരിക്കുട്ടിയുടെ മോള് പ്രസവിച്ചിട്ട് വേണ്ടി വന്നിട്ടുണ്ട്, അതിനൊന്ന് കാണാൻ വേണ്ടി പോയതാ. ഈ മുറ്റത്ത് കളിച്ചു നടന്ന കൊച്ചല്ലേ, ഇവിടെ മക്കളും ഇല്ല, ഒന്നുമില്ലാതെ. അവനെന്തെങ്കിലും പറ്റിയ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഡോക്ടറെ കണ്ട് കാലിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ എന്താ പറഞ്ഞു? 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ നടത്തണമെന്ന്, അതുവരെ കാലിളകാണ്ടിരിക്കണമെന്ന്. അപ്പഴാ മാതിരി തോന്നിയാസം. ഞാൻ ആ കൊച്ചിന് ഇച്ചിരി കോഴിമുട്ട കൊണ്ട് കൊടുക്കാൻ പോയത്, അത് നിറവേറായിട്ടിരിക്കും. ഇപ്പം അത് കഴിക്കേണ്ട സമയമാണ്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു 10,000 റുപ്യ വേണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഇപ്പം കുറേ കിട്ടും. ഇതാ എൻ്റെ കുഴിയിലോട്ട് എടുക്കുമ്പോഴേ ഈ മുട്ടുവേദന മാറുള്ളൂ എന്ന് തുടങ്ങിയതാ. ഞാൻ സത്യശീലനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? എടി അവന് ഈ മരക്കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയമാണേ. നല്ലൊരു മരക്കച്ചവടക്കാരന് കിട്ടിയാൽ നമ്മൾ വിചാരിച്ച കാശ് കിട്ടുമെങ്കിൽ നമുക്ക് ഈ പ്ലാവാണ്ട് കൊടുക്കാം. ഈ പ്ലാവോ? ആ, ഇനിയിപ്പൊ അത് മുറിക്കാഞ്ഞിട്ടപ്പ അത് ഇതിനിപ്പോ പ്ലാവ് മുറിക്കണ? എന്തേ? അതൊന്നും മുറിക്കണ്ട, ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവണതാ. പിന്നെ നീ ഇപ്പൊ ചക്കയാണല്ലോ തിന്നണ്. ഇന്നത്തെ കാലത്ത് ആരാടി ചക്ക തിന്നണ്? ഒരു മഴ പെയ്ത എല്ലാം കൊഴിഞ്ഞ് താഴെ വീഴല്ലേ. ഇങ്ങനെ നിക്കണേക്കാ നല്ലത് അതാണ്ട് കൊടുത്താ 10,000 റുപ്യ കിട്ടും. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇപ്പം പ്ലാവ് മുറിച്ചിട്ട് പിന്നെ മുട്ടുകാലം അങ്ങനെ ഉണ്ടാക്കണ്ട. അപ്പൊ എടി എനിക്ക് ആ പ്ലാവിനും ചക്കയൊക്കെ വലുതാ എന്റെ കാലാന്ന്. അതിന് വേറെ വല്ല വഴി നോക്കണം, അല്ലാതെ പറമ്പിലെ മരം മുറിച്ചിട്ടല്ല ഇപ്പൊ ചികിത്സിക്കണത്. അമ്മ അത് അങ്ങനെ നടാൻ തോന്നുന്നോണ്ട് ഇപ്പൊ അതൊരു ഗുണത്തിൽപ്പെട്ടു. അണക്കെന്തായാലും പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉണ്ടാവുക? എനിക്കെന്ത് പറ്റാനാ? നിങ്ങൾ പറഞ്ഞിപ്പോ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത പരിവാക്കൂല. അപ്പൊ എന്തായാലും അവൻ വന്നോക്കട്ടെ. 10,000 റുപ്യ കിട്ടിയാൽ ഞാൻ കൊടുക്കും. കൊടുക്കും, കാണിച്ചു തരാം ഞാൻ. അവിടെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിച്ചോ. എന്നിട്ട് ഒതുങ്ങിയിരിക്ക്. പ്ലാവ് മുറിക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം. അതുവല്ല മാവായിരുന്നെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വെക്കാം. അരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്നെ കത്തിക്കാലോ. ഇപ്പൊ പ്ലാവല്ലേ, കോട്ടയം ഇടല്ല, എന്താ ചെയ്യാ? ഇപ്പൊ സുഖേട്ടാ, നിങ്ങള് പറഞ്ഞ പോലെ 16,000 റുപ്യ ഒന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല, 16 വേണമെന്നില്ല. നമുക്കിപ്പോ എന്താ അറിയോ, ഒരു 10 റുപ്യയിലും കിട്ടണം, എന്നാലേ കാര്യം നടക്കണം. 10 റുപ്യ ഇപ്പൊ നാളെ ആരോ ഒരാൾ വന്ന് നോക്കിയല്ലോ. അവൻ അത്ര വലിയൊന്നും കണ്ടില്ല. അവൻ പറഞ്ഞു ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 4 റുപ്യ എന്നാ തരാന്നാ പറഞ്ഞു. 4 റുപ്യൊന്നും കൊടുക്കണ്ട. അതെ, ഒരു 10,000 റുപ്യയിലും കിട്ടണം. അവളുടെ കാൽമുട്ടിന്റെ ഓപ്പറേഷന് 16,000 റുപ്യ വേണമെന്നാ പറഞ്ഞു. 6,000 റുപ്യ ഞങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 10 കൂടി ആവുമ്പോ ആ ഓപ്പറേഷൻ അങ്ങോട്ട് നടത്താലോ. അതുകൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ തേൻവരി ചക്ക ഉണ്ടാവണ പ്ലാവൊക്കെ ആരെങ്കിലും കൊടുക്കുവോ? ഇതല്ലേ തേൻവരിക്ക? ഇതല്ലേ തേൻവരിക്ക? അല്ല, നീ ഇത് നോക്കണ്ട, അങ്ങോട്ട് മുകളിലേക്ക് നോക്ക്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഇതിലത്തെ ചക്ക തിന്നാ ഞാൻ വളർന്നത്. എന്തായാലും ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ മന്മഥ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ എന്താ വെച്ചാൽ കൃത്യമായിട്ട് വിലയും പറയും, പറഞ്ഞ വില തരും ചെയ്യും. അല്ല, അതുകൊണ്ടാ സത്യം ഞാൻ എന്നോട് പറഞ്ഞു. എനിക്കിപ്പോ ഈ മരക്കച്ചവടക്കാരൊന്നും അറിയില്ലോ. അപ്പൊ എന്തായാലും പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പോകുന്നത്. നീ തിരക്ക് പിടിച്ചങ്ങോട്ട് മൊണ്ടായിൽ വന്നിട്ട് പോയാൽ മതി. നമുക്ക് ഒരു കട്ടൻ ചായ കുടിക്കാം. ഒരു മിനിറ്റ്. ഹലോ. സതീശല, ഞാനിവിടെ ഇവിടെ ഒരു 2 കവുങ്ങൊക്കെ നിൽക്കണ വീടിന്റെ അടുത്ത് നിൽക്കാണ്. അതന്നെ അതിന്റെ പിന്നിൽ കാണാൻ ഓടിച്ച വീട്. അല്ല, ഷീറ്റ് ഫ്രണ്ടിൽ ഷീറ്റേ. ഞാനേ ഈ പുറകുവശത്ത് ഓടുകാണ്ട് ഷീറ്റ് നോക്കി കിടക്കുകയാണേ. ഇവിടെ മരം, എവിടെ മരം? തന്നെ മരം. ഇതാ മരം. പ്ലാവല്ലേ? നീ എന്നോട് പറഞ്ഞ പിടിച്ചാ പിടി കേട്ടാത്ത വലിയ പ്ലാവാന്നൊക്കെ അല്ലേ പറഞ്ഞു? അതിപ്പോ പിടിയൊന്നും ഇത് നോക്കൂല്ലോ. ഈ വളപ്പിന് വലിയ പ്ലാവാ. ഇതിൽ കാതലില്ലടോ. ഇത് കാതലുണ്ട് മലയാളി. വളരെ പഴക്കം ചെന്ന മരട്ടോ മോനെ.
പഴക്കത്തിന്റെ കാര്യം പറയണ്ട. ഇത് സംഗതി ഇത് കൊള്ളില്ല. ഇതിപ്പോ ആ മൂപ്പനെ പോലുള്ള ആരോഗ്യശീലി ഈ മരത്തിനുള്ളൂ. ഇത് പോരടോ. ഞാൻ വേറെ വലിയ മരം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നത്. സത്യമില്ല ഞാൻ വരില്ലായിരുന്നല്ല. ഇതിപ്പോ എന്താ അറിയോ, അവർക്കിപ്പോ ഇത് വിറ്റേ പറ്റുള്ളൂ. അത്യാവശ്യമാണ്. അപ്പൊ എന്തെങ്കിലും ചുളി പോലേക്ക് സാധനം കിട്ടും, അതാ ഞാൻ പറയണത്. താല്പര്യമില്ല, ചുളിവിന് കിട്ടുമെങ്കിൽ നോക്കാം. അത്രേ ഉള്ളൂ. ഞാൻ സംസാരിച്ചോടെ? സംസാരിച്ചു നോക്ക്. താല്പര്യമില്ലെന്ന് ഉറക്കാൻ അങ്ങനെ പറഞ്ഞോട്ടോ. എനിക്ക് സത്യത്തിലില്ല. എന്തൊക്കെ മൂപ്പര് പറയണെന്നറിയോ? ഇത് സത്യത്തില് മൂപ്പർക്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം, അല്ലാണ്ട് അപ്പൊ കാര്യം നടക്കണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു 20 ഉറുപ്പിയുടെ വില പറയാം. എന്താ നീ പറഞ്ഞു? താല്പര്യമില്ലാത്ത ആളോട് 20 പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, എന്നിട്ട് 10 മുറുക്കിന് വെച്ചാൽ 10. ആ അപ്പൊ ചിലപ്പോ 10 എടുത്താലോ അല്ലേ? 10 എടുത്താലോ? പറയട്ടെ. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താ വേണ്ട പോലെ ചെയ്യാനേ ചെയ്യും. ശരി, ഈ കച്ചവടം നടക്കില്ല. ആ തന്തയ്ക്ക് പ്രാന്താണെന്ന്. ഈ ഉണക്ക മരത്തിന് 20,000 ഉറുപ്പിക വേണം. എന്താ ചെയ്യും? തന്തയോട് പറഞ്ഞു മനസ്സിലാക്ക്. ഇത് മുറിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തേക്ക് ആഞ്ഞിലും നല്ല പ്ലാവ് തന്നെ ആയിരിക്കും എന്ന് പറയും. ഒരു കാര്യം ഞാൻ വിടട്ടെ എന്നാ. അല്ല നിക്ക്, ഇപ്പൊ ഏതായാലും വന്നാലേ ഇതിലിപ്പോ നമുക്ക് മാക്സിമം എത്ര കിട്ടും? ഒരു 15 ഉറുപ്പിക കൂടുതൽ എടുക്കണ്ടട്ടാ. ഇതേ വന്നതിന്റെ പുറത്ത് ഞാനൊരു വില പറയും. ഒരു 10 റുപ്യക്ക് നടക്കും. 10 കിട്ടില്ല. 10 കിട്ടാൻ സാധ്യതയില്ല. അല്ലേ? വേണ്ട, ഞാൻ പോവാം. കച്ചവടം വേണ്ട. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അതെ, അയാൾ ഒരുമാതിരി വൃത്തികെട്ട സാധനമാണ്. ഇത്രയും വലിയൊരു പ്ലാവിന് വില കാണില്ല എന്ന് പറഞ്ഞാല്. അപ്പൊ നീ എന്നല്ലേ സത്യശീല പറഞ്ഞ അയാൾ നല്ല മനുഷ്യനാണ്? അതെ, അയാൾ ഈ കച്ചവടക്കാരി വാക്കിന് വേഷം മാറില്ലേ. എന്നിട്ട് ഇപ്പൊ അയാൾ എത്ര പറയണ്? അയാളിപ്പോ 6 ഉറുപ്പിക തരാന്ന് പറയുന്നത്. 6 ഉറുപ്പിയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് ഒരു ഗുണത്തിൽപ്പെടില്ല. പോട്ടെ, വേറെ ആരെങ്കിലും നോക്കാം. അപ്പൊ എന്തായാലും അല്ല, അങ്ങനെ വിടണ്ട. നമുക്ക് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. അത് ഇയാളേക്കും വലിയൊരാളെനി കിട്ടില്ല, അതാ ഞാൻ പറയണം. ഇവിടെ സംസാരിക്കണം. നടക്കൂലല്ലേ? നടക്കും. മൂപ്പരിപ്പോ എന്താ പറഞ്ഞറിയും? ഒരു 13 ഉറുപ്പിക്കാണ് ഉറപ്പിച്ചു. ഞാനിപ്പോ കിബിക്കടി വെച്ച് കണക്ക് കൂട്ടി നോക്കി. അങ്ങനെ നോക്കിയിട്ട് പോലും ഇത് എനിക്കെടുത്ത നഷ്ടമാണ് സത്യ. എന്റെ മുതലാളി ആ എന്തെങ്കിലും കൊടുക്കും മുതലാളി. ഞാൻ ചെയ്യും. വന്നതിന് വേണ്ടി ഒരു 1000 റുപ്യ മാറ്റി കൊടുക്കാം. 11 റുപ്യ ആണെങ്കിൽ നോക്കാം. 11 കിട്ടില്ല. എന്നാ പിന്നെ വിടാം. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഞാൻ ഇടയ്ക്ക് സംസാരിച്ചല്ലേ, മുതലാളി ഒരു 12 റുപ്യ കൊടുക്കും. സത്യം അതിന് എടുക്കാനില്ലാത്തോണ്ടാണേ. ഒരു 12 കൊടുക്കും മുതലാളി. എന്തെന്നാണ് ഈ കാര്യം? അതിന് തരുമെന്ന് ചോദിക്കും. എനിക്ക് സമയം പോണു, വേറെ പണിയുണ്ട്. അതിനാണെങ്കിൽ ഇത് നടക്കും. ഞാൻ ഈ കച്ചവടം വിടും. ഇല്ലെങ്കിൽ വിട്ട് ഞാനും വിട്ടു. ഞാൻ എപ്പോ വിട്ടു. അതെ, 2 റുപ്യയുടെ കയറ്റി വെച്ചിട്ടുണ്ട്. 8 റുപ്യ കിട്ടൂ. അതിലൂടെ ഉറപ്പിച്ചോ, അത് നല്ലത്. അല്ല സത്യശീല, അതെ ഇപ്പൊ ഞങ്ങളുടെ ഒരു 6, 8 ആവുമ്പോ 14 ആവുള്ളൂ. പിന്നെയും 2000 റുപ്യക്ക് അതിന് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇനിയിപ്പോ ഇയാളിപ്പോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിരിക്കും നല്ല വേറെ കിട്ടില്ല. അതെ. അപ്പൊ തന്നെ കിട്ടും. ഇതിനെ 8 കിട്ടും. അതിന് ഉറപ്പിക്കാൻ നമുക്ക്, അതാ നല്ലത്. അല്ല, എനിക്ക് പരിചയം. നീ പറഞ്ഞ ശരി. ഇനിയിപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ കേട്ടോ. അത് പറയട്ടെ, ലാസ്റ്റ് വിലയാണ്, ഇനി മാറാൻ പാടില്ല. 8 ഉറപ്പിച്ചു. എന്താണ്? ഓക്കെ ഓക്കെ ആണോ? പൈസ കൊടുക്കും. ഒരു അഡ്വാൻസ് കൊടുക്കട്ടെ? ഓ, മൂപ്പര് ചോദിക്കല്ലേ ഓക്കെ ആണോ എന്നോട് ചോദിച്ചോ. ഇനി പിന്നെ മാറരുത്. അപ്പോ സുധേട്ടാ, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യല്ലേ? അപ്പൊ അഡ്വാൻസ് വാങ്ങിക്കാണ്. ഇപ്പൊ ഒരു 5 റുപ്യ കൊടുത്താ പോരെ അഡ്വാൻസ്? മതി. ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം, മുറിക്കാൻ വരുമ്പോഴേ. അപ്പൊ 1000 റുപ്യ അഡ്വാൻസ് തന്നിട്ടുണ്ട്. ബാക്കി 7000 റുപ്യ വെട്ടാൻ വേണ്ടി വരുമ്പോ തരും. ഇതിലോ മരണേ, ബാക്കി 7000 അത് മുറിക്കാൻ വരുമ്പോ കൊടുക്കാമല്ലോ. കൊടുത്താൽ പിന്നെ ഞാനങ്ങോട്ട്. അല്ല, ചായ പൈസ ഒന്നും തീരാ. വൈകിട്ട് മില്ലിലോട്ട് പാടോ. ശരി എന്നാ. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സുധേട്ടാ. ഇന്നത്തെ പണിയും പോയി. അല്ല സത്യശീല, ഇത് വെച്ചോ. എന്തിനാ ഇത്ര നേരം മെനക്കെട്ടല്ലേ? ഇത് വെച്ചോ. അത് വേണ്ട, സുഖമായിട്ട് അറിഞ്ഞു തരുന്ന. എന്നാ വെച്ചോ. വേണ്ട, ഇതൊരു കാര്യം. ശ്യാമളേച്ചയുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇത് നിങ്ങൾ വെക്കി. അല്ല വേണ്ടാന്നേ, കുഴപ്പമില്ല. വേണ്ടാന്ന് എനിക്ക് മനസാക്ഷി കൂത്തുണ്ട്, അതുകൊണ്ടാണ്. 2500 കൂടിയല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒന്നും വേണ്ട. ഇനി വേറൊരു കാര്യം, ഈ ചികിത്സക്ക് ഇനി എന്തെങ്കിലും പൈസ കുറവുണ്ട് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. 1-2 പലിശക്കാരും ഇവിടെ കയ്യിലുണ്ടേ.
പാവം, ഇങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ നാട് എന്നേ നേരായന്. ശ്യാമളേ, ശ്യാമളേ, ഇവിടെ ആരില്ലേ? അതാണ് ആരാ? ഞങ്ങൾ പ്രകൃതി സംരക്ഷണ പ്രവർത്തകരാ. എന്താ കാര്യം? അതെ, ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. അതെ, പിരിവൊന്നുമില്ല കേട്ടോ, ഒന്നും തോന്നരുത്, പൊക്കോളും. ഞങ്ങൾക്ക് നിങ്ങളുടെ ചില്ലി കാശ് വേണ്ട. ഇവിടെ ഒരു പ്ലാവ് മുറിക്കാൻ പോണ്ടെന്ന് അറിഞ്ഞു. അയ്യോ, അത് 2 ദിവസം മുമ്പ് വരേണ്ട കുട്ടികളെ. ഞാനത് ഒരാളുടെ അഡ്വാൻസ് മേടിച്ചു, മുറിക്കാൻ കൊടുത്തു. ഇനി കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞാലും സുഗതം വാക്ക് മാറില്ല, അത് കിട്ടില്ല. അതെ, ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക നമ്മുടെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചു. അതെപ്പോഴാ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായി? അത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയണതൊന്ന് അങ്ങോട്ട് കേൾക്കണം. ഈ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് നമ്മൾ വെട്ടി മുറിക്കാന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? നീ കാലിളക്കണ്ട. നീ അതെ അമ്മയുടെ ഈ കാലം ഈ കാലിലും ചിരട്ട പോയിക്ക. അമ്മയ്ക്ക് നടക്കാൻ വയ്യ. നടക്കാൻ വയ്യെങ്കിൽ അവിടെ പോയി ഇരുന്നോളൂ. അമ്മ വരണമെന്നില്ല, ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞോളാം. കുഴപ്പമില്ല. ഇപ്പൊ ഇതിന് ചികിത്സ ഉണ്ട്. ഇപ്പൊ എന്തിനാ അത് അവരോടൊക്കെ പറയാൻ അതാണ് ഞങ്ങൾക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നു, അതുകൊണ്ട് ഞങ്ങൾ പ്ലാവ് വെക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പ്ലാവ് വെട്ടി മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെന്തിനാ നിങ്ങളുടെ സമ്മതം? ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ നട്ടു വളർത്തിയ പ്ലാവ് വെട്ടിമുറിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളാരാ? അതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ നിങ്ങളുടെ സ്വത്തല്ല. എന്താ ഈ കുട്ടി പറയുന്നത്? ഇതിന് ഭ്രാന്തുണ്ടോ? അതിന് എന്റെ പൊന്നു ചേട്ടാ, സമാധാനായിട്ട് കേക്ക്. ഇത് സംസ്ഥാന സ്വത്താണ്. അത് വെട്ടിമുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഈ പറയണത്. സംസ്ഥാന സ്വത്തല്ല. ഞങ്ങളുടെ പറമ്പില് മരം ഞങ്ങൾ മുറിക്കോ കത്തിക്കോ വേണമെങ്കിൽ അത് വേറെ നടുവൊക്കെ ചെയ്യാം. ചോദിക്കാൻ നിങ്ങൾ എവിടുന്ന് വന്നത്? എന്റെ പൊന്നമ്മ, ഈ ചക്ക എന്ന് പറഞ്ഞിട്ടല്ലോ നിസ്സാര കാര്യമല്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതിന്റെയൊക്കെ മെഡിസിൻ ആണ്. ആ മെഡിസിൻ ഉണ്ടാകുന്ന വൃക്ഷം വെട്ടി നശിപ്പിക്കാന്ന് പറഞ്ഞാല് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, അത് നിങ്ങൾ തരില്ലല്ലോ. നിങ്ങൾക്ക് കാശ് മാത്രമാണോ വലുത്? നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരു മനുഷ്യത്വമുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് നിങ്ങളെ കാണുമ്പോ മനുഷ്യത്വമുള്ളവരായിട്ട് തോന്നുന്നില്ല. ഓ എന്റെ ചേട്ടാ, ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പ്ലാവിൽ എന്തോരം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ടാവും. അവരൊക്കെ ഇനി എവിടെ പോകും? ഇപ്പൊ ആ മിഷറൊക്കെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുമായിരിക്കും. എങ്ങോട്ട് പോകും ആലോചിച്ച്. എന്താ ഈ മിഷറ്? ഈ പുളിയുറുമ്പ്. പുളിയുറുമ്പിന്റെ കാര്യം പറയണ്ട നീ. അതിന്റെ മോളിൽ നിന്ന് ഒരു ചക്കടാൻ ആരും വിളിച്ചാൽ വരുന്നില്ല നിറയെ പുളിയുറുമ്പ പറഞ്ഞിട്ട്. അവസാനം 10 ചോണനെ കൊടുന്ന് കയറ്റിട്ടാ പുളിയുറുമ്പൊന്ന് ഒഴിഞ്ഞിട്ടത്. ഓ, ഇപ്പൊ പുളിയുറുമ്പല്ലല്ലോ ഇവിടുത്തെ കാര്യം. കൊച്ചേ, ഇത്രയും നേരം ഞങ്ങൾ മിണ്ടാതെ നിന്നതേ ഞങ്ങളുടെ പേരക്കുട്ടി ആവാനുള്ള പ്രായം നിനക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്. ചന്തി അടിച്ച് പൊട്ടിക്കുമല്ലെങ്കിൽ. അതെ, നിങ്ങൾ പ്രായമുള്ളവരാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും സഭ്യമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചത്. പ്രായമില്ലാത്തവരാണെങ്കിൽ നീ ഞങ്ങളെ പിടിച്ച് മൂക്ക് കറ്റുവോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്ന് പോയണ്ടാവുന്നു. പ്രകൃതി സ്നേഹികൾ വന്നിരിക്കുന്നു. 10 ഉറുപ്പിക്ക് വേണ്ടി സ്വന്തം വീട്ടിലെ പ്ലാവ് വെട്ടുമ്പോ അത് തടുക്കാൻ എന്താ ആവേശം? കൃഷിഭൂമി നടത്തിയിട്ടേ അവിടെ ഹൈവേ വരുന്നു, അത് തടുക്കാനൊന്നും നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. ചെല്ല്, ദേശസ്നേഹികൾ എന്ന് നാട് നേരാക്ക്. ഇപ്പൊ എനിക്ക് ആകെ പറയാനുള്ളത് പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. അതിന് എന്റെ സമ്മതം വേണ്ടടി. നിന്റെ പ്ലാവ് ഞാൻ വെട്ടും. അത് തടുക്കാൻ പറ്റി ഇതൊന്ന് തടുക്ക്, ഞാൻ കാണട്ടെ. ഞങ്ങൾ തടുക്കും. നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? നീ നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പിൽ നിന്ന് ചാടി ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചാൽ പ്ലാവിന് പകരം മിക്കവാറും മാവ് വെട്ടേണ്ടി വരും. ഒരു ഹലാക്കാണ് റബ്ബേ. എന്തപ്പോ ഇതിന് പറ്റിയത്? ഒറ്റടിക്ക് നേർന്നാണല്ലോ റബ്ബേ. പ്രസിഡന്റ് എന്തിരിപ്പോ ഇരിക്കണത്? ഈ കാര്യങ്ങളൊന്നും അറിയാനല്ലേ? എന്ത് കാര്യം? പ്രസിഡന്റ് വാർഡിലുള്ള മറ്റേ സുഗതനല്ലേ? ആര്? കുന്നത്തെ സുഗതനോ? ആ കുന്നത്തെ സുഗതന്റെ വീട്ടിലെ കായ്ച്ചു നിൽക്കുന്ന ഒരു പ്ലാവ് മുറിക്കാനുള്ള പരിപാടി ഉണ്ട്. ശരി, 10 കായ് കിട്ടുമല്ലോ. പ്രസിഡന്റ് എന്ത് പറയണത്? എന്തേ? അയാൾക്ക് 10 കായ് കിട്ടുന്നതിന്റെ അല്ല, പിന്നെ കഴിഞ്ഞ തവണ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് നമ്മുടെ തട്ടിപ്പോയത് എങ്ങനെയാണ്? അതെന്താ സാല കാര്യത്തിൽ തട്ടിപ്പോയി? അതിനിപ്പോ എന്നാ ഈ കാര്യം കൊണ്ട് ഇത്തവണ നമ്മുടെ പോകാൻ സാധ്യതയുണ്ട്. നമുക്കത് മുറിപ്പിക്കരുത്. ഇജ്ജെന്തേ പറയണത്? സൂതന്റെ വീട്ടിലൊരു പ്ലാവ് മുറിക്കാനുള്ള അവകാശം ഓരില്ലേ? സൂതന്റെ വീട്ടിലെ പ്ലാവ് മുറിക്കാനുള്ള അവകാശം സൂതനുണ്ട്. നമ്മുടെ ഈ ചക്കനെ സംസ്ഥാന ഫലമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് അറിഞ്ഞല്ല? അതൊക്കെ പ്രഖ്യാപിച്ച എന്താ തിരക്കടെന്താ? നല്ല വല്ലാത്തൊരു ഫലം തന്നെയല്ലേ. എത്ര വലിയ ഫലം വേറെ ഉണ്ടോ? ആണല്ല. ആ ഫലം ഉണ്ടാകുന്ന പ്ലാവ് മുറിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെ മുറിക്കാൻ നിന്നൊരു പ്ലാവ് മുറിക്കാതെ സംരക്ഷിച്ച അതിന്റെ പേരാർക്കാണ്?
ചിലപ്പോ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു ഒറ്റ വിഷയത്തില്. അപ്പൊ എന്നാ പിന്നെ അത് മുറിക്കണ്ടാന്ന് നോക്കാം അല്ലേ? പ്രസിഡന്റ് ഇവിടെ ഇരുന്ന് മുറിക്കണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടണം. അല്ല, എന്നാലും ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിലയില്ലാണ്ട് ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ച് നടന്നേത സാധനമാണ് ഈ ചക്ക. അതിങ്ങനെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചപ്പോ പ്ലാവിന്റെ ഒരു ഡിമാൻഡ് നോക്ക്. അതിപ്പോ ഇക്കാടെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഒരു വിലയില്ലാതെ ഒരു പന്നിയും തിരിഞ്ഞു നോക്കാതിരുന്ന് ഇപ്പൊ പ്രസിഡന്റ് ആയില്ലേ? അല്ല, ഞാനൊരു ഓളത്തിന് ഇങ്ങനെ പറഞ്ഞേ അത്രക്ക് അങ്ങോട്ട് ഓളം ഉണ്ടാക്കണ്ട. എന്നിട്ട് ഇപ്പൊ എന്താ ഇതിന് ചെയ്യണ്ടേ? സംഗതി ആകെ ഇഷ്യൂ ആയിട്ടുണ്ട്. ഈ വിഷയം പറഞ്ഞിട്ട് നമ്മുടെ പ്രകൃതി സ്നേഹിയുണ്ടല്ലോ മറ്റവള് മണ്ടോദരി, അവള് കുറെ ആളുകളെയും കൂട്ടിയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുണ്ടോ? ശരി. അപ്പൊ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടപെടണം. പ്ലാവ് അവിടെ നിന്ന് മുറിപ്പിക്കാൻ സമ്മതിക്കരുത്. അത് കുഴപ്പമില്ല. അതൊക്കെ ഞാൻ സംസാരിച്ചപ്പോ പഞ്ചായത്തിന്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്താ സുഖം കേൾക്കൂലേ? കേൾക്കും. എന്നാലും ഇല്ലേ, ചക്കന്റെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ വേദല്ല നമ്മള് ചെറുപ്പകാലത്തൊക്കെ ഈ ചക്കയും ആകെ ഒരു കഞ്ഞിട വെള്ളം ഉണ്ടാവുക. അതിനങ്ങനെ ഒരു സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിക്കാൻ തന്നെ വേണം. ഇല്ല ഇല്ല സമ്മതിക്കില്ല, ഇല്ല ഇല്ല സമ്മതിക്കില്ല, 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 ഇല്ല ഇല്ല 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 സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, പ്ലാവ് വെട്ടാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഓലക്കര മുദ്രാവാക്യം വിളി. നിങ്ങളാരും തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ, ഇത് ഇയാളെ വളപ്പുറ മരാണ്. അത് ഞങ്ങൾ വെട്ടും. പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ ഇയാളുടെ ഉദ്ദേശം? അപ്പൊ ഇത്ര നേരം മലയാളത്തിലല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഈ പ്ലാവ് വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, എന്റെ പൊന്നു കൊച്ചിന് ചക്ക വേണമെങ്കിൽ ഇതില് ചക്ക കൊള്ളില്ല. ഇത് മധുരമില്ലാത്തതാണ്. നല്ല മധുരമുള്ള ചക്ക എന്റെ വളപ്പിലുണ്ട്, ഞാൻ തരാൻ ആവശ്യമുണ്ട്. ചക്ക തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇത് പ്രകൃതിയുടെ സ്വത്താണ്, അത് നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ അതെ, ഇത് നിങ്ങളെ ആരെങ്കിലും ആണോ? ആരും അല്ലെന്നേ. സത്യശീല ചോദിക്കണം അങ്ങോട്ട്. നിന്റെ പ്രകൃതിയുടെ മര്യാദ കൂടി ഇറങ്ങിപ്പോയി. അതാണ് നിനക്ക് നല്ലത്. സൗകര്യമില്ല. ഇതേ സംസ്ഥാന ഫലമാണ് ചക്ക, അറിയാമോ? എന്റെ പൊന്നു കൊച്ചേതാ, ഈ വയസ്സായിട്ടുള്ള സ്ത്രീയുടെ കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ മരം വെട്ടണത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്താണ്? എന്ത് മുട്ടിന്റെ ഓപ്പറേഷൻ ആയാലും പ്ലാവ് വെട്ടാൻ ഞങ്ങൾ മൂപ്പലാനെ, നിങ്ങൾ ചോദിച്ച പൈസ എണ്ണി തന്നിട്ടുണ്ട് ഞാൻ. ഇത് മുറിക്കണത് കാശിന്റെ കാര്യം നമ്മൾ ഇവിടെ പറയണ്ടല്ലോ. പിന്നെന്താ പറയണം? അല്ല, അതെ, നിങ്ങൾ പറഞ്ഞ കാശ് തരാന്നും പറഞ്ഞു, മരവും തന്നു. ഇനി നിങ്ങൾ പോലീസിൽ ആരെ വിളിച്ചാലും വെട്ടിച്ചോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്ന്. പോലീസ് വരട്ടെ, പോലീസ് വന്നാലും ഇത് വെട്ടാൻ സമ്മതിക്കില്ല. അതെ, മന്മഥന് കാശ് കൊടുത്തത് മേടിക്കാൻ ഇറങ്ങി ഒരു പോലീസിന്റെ സഹായം വേണ്ട. വെട്ടാ ഉണ്ണി, ഉണ്ണി വെട്ടണം. പിടിക്ക്, വെട്ടേ. എടുക്കടാ, എടുക്കടാ, ഉണ്ണി, ഞാനാണ് പറഞ്ഞത് എടുക്കാം. ഉണ്ണി വെട്ടണോ? ഉണ്ണി നിന്നോട് ഞാനാ പറഞ്ഞത് പറഞ്ഞു. ഉണ്ണി, ഞാനാണ് പറഞ്ഞത് എടുക്കടാ. എടുത്ത് വെട്ടണം. ഉണ്ണി ഇത് എടുക്കണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കേണ്ടാണ്. എന്നിട്ട് ഞാൻ